ഹലോ, വെൽക്കം ടു മൈ ചാനൽ സംടൈം സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമുക്കൊരു നാടൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന കാലങ്ങളാണ് കഴിഞ്ഞു പോയത്. കൊറോണ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്തതും ചക്കയിൽ തന്നെ. വൈറ്റമിൻസും മിനറൽസും കൂടാതെ ഫൈബറുകൾ, പ്രോട്ടീനുകൾ എല്ലാം തന്നെ വളരെ അധികം അടങ്ങിയിട്ടുണ്ട് ചക്കയിൽ. ഞാനിവിടെ ചക്കയൊക്കെ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ചക്കയൊക്കെ ഇതുപോലെ ആക്കിയിട്ട് പിന്നെ അതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്ത് വെച്ചേക്കുവാണ്. ഇത് മുഴുവൻ ഞങ്ങൾക്ക് കഴിക്കാനല്ല കേട്ടോ, ഇതൊക്കെ ഓരോരോ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് പലർക്കും ഈ ഒരു കഷ്ണം തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൊടുത്ത് ശേഷം ഞങ്ങളുടെ ചക്ക ഞങ്ങൾക്ക് അരിഞ്ഞെടുക്കണം. ഇതുപോലെ കുട്ടികളും ചേട്ടനും ഹസ്ബൻഡും എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ചക്ക അരിയുന്നത്. ഇതുപോലെ ഞാൻ എല്ലാം കൂടെ മാറ്റിയെടുത്ത് ശേഷം നമ്മൾ അകത്തോട്ട് വന്നിരുന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ബാക്കി ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കിയ ചക്ക പുഴുക്കിന് ഏറ്റവും നല്ലത്. നല്ല കുഴഞ്ഞു പോവാതെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ പാകത്തിന് കിട്ടും. ഇവിടെ കൊച്ചുങ്ങൾക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് വളരെ ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, അമ്മയുടെ റെസിപ്പിയാണ്. അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ ഇതുപോലെ ചക്ക ഉണ്ടാക്കി തന്നതിന് ശേഷമാണ് ചക്കേനോടുള്ള ഇഷ്ടം എല്ലാവർക്കും കൂടിയത്. കുട്ടികൾ കൂടെ കഴിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെയല്ല ഉണ്ടാക്കാറ്, കുഴച്ചെടുക്കാറാണ്. അപ്പോൾ ഞാനിവിടെ ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഇച്ചിരി കാന്താരിമുളക് ഇട്ട് കൊടുത്ത് കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഞാനിവിടെ ചക്ക വേവിക്കാനായിട്ട് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഈ 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ ഒന്ന് കുലുക്കി വിടാം. എല്ലാവരുടെയും ഉപ്പൊക്കെ ഒന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കുക്കർ അടുപ്പയിൽ വെച്ചിട്ട് ഒരു വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് കുക്കർ ഓഫ് ചെയ്തിടുക. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്, പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കീറി എടുത്തേക്കുന്നത്, പിന്നെ വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ അല്പം കുരുമുളക് പൊടി. അപ്പം നമ്മുടെ കുക്കർ ഏകദേശം വിസിലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ഏകദേശം ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുരുവും ചക്കയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അല്പസമയം ഒന്ന് മൂടി വെക്കാം. ആ തേങ്ങ നമ്മുടെ ഈ ചക്കയുടെ ആ ഒരു ചൂട് കൊണ്ട് ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് കൂടാതെ ഫാറ്റി ലിവർ ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു മെഡിസിനായിട്ട് നമുക്ക് ചക്ക യൂസ് ചെയ്യാം. ദിവസവും ചക്ക കഴിക്കുന്നത് കൊണ്ട് പല ആരോഗ്യ ഗുണങ്ങൾ കൂടി നമുക്കുണ്ട്. ഇനി നമുക്ക് ചക്ക ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണ ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട്. ചക്കക്ക് ടേസ്റ്റ് ഇട്ടണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ അധികം വേണം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണോ ചക്ക ഉണ്ടാക്കാറ്? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ, വെളുത്തുള്ളി കുരുമുളകൊക്കെ ഇടാറുണ്ടോ എന്ന്. അപ്പം വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ഈ ചക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെ അധികം തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഏജിങ് കുറയ്ക്കുവാനായിട്ട് നമുക്ക് ചക്ക ഉപയോഗിക്കാം. നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ചക്ക ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ ഏജിങ്ങിനൊരു നല്ലൊരു പ്രതിവിധിയാണ്. അപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോവാതെ തന്നെ നമുക്ക് ഇതിലേക്ക് ചക്ക കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എനിക്ക് ഈ പാത്രത്തിൽ നിറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുലുക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്ക ഇതുപോലെ കുഴഞ്ഞു പോവാതെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ ചക്ക ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗുണം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ചക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ ചക്കയിൽ മഗ്നീഷ്യം, കാൽസ്യം എന്നിവ വളരെ കൂടുതൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തടി കുറയ്ക്കുവാൻ ഏറ്റവും നല്ലൊരു ഫുഡാണ്, ലോ കലോറി ഫുഡാണ് നമ്മുടെ ചക്ക. നമുക്ക് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ദിവസവും ഒരു നേരം ചക്ക കഴിക്കുന്നത് കൊണ്ട് ഏറ്റവും നല്ലതാണ്. ഇനി വരാൻ പോകുന്നത് ചക്കക്കാലമാണല്ലോ, അപ്പം ദിവസവും ഒരു നേരത്തെ ഫുഡ് നമുക്ക് ചക്കയാക്കാം.
ഇന്നത്തെ നാടൻ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.